السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أرسل رحمة للعالمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഈ വേദിയിൽ നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ അഫ്സൽ ഖാസിമി പ്രഭാഷണ ലോകത്തിലെ സൂര്യനക്ഷത്രം ഉദിച്ചിരിക്കുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ പിന്നെ ചിമിണി വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാവരും ചിമിണി ഊതലാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞ നിങ്ങൾ അരിസംബന്ധിക്കും. അപ്പൊ ഒരു ആശംസ പറയാൻ വേണ്ടി പറഞ്ഞിട്ടാകുമ്പോ എന്തെങ്കിലും ഇപ്പോ ഒരു വാക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് ആകുമ്പോൾ എനിക്ക് ചീട്ട് തരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എൻഗമെൻസ് എന്ന് പറഞ്ഞാൽ യുവാക്കളുടെ ഒരു സംഘടനയാണ്. സൂറത്തുൽ കഹ്ഫിൽ ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫിൽ ഇന്നഹും ഫിത്യത്തുൻ, ലോകം അരാജകത്തിൽ നടക്കുമ്പോൾ രാജാവും മുഅ്മിനീങ്ങളെല്ലാം കൊന്നൊടുക്കുമ്പോൾ അവരിൽ നിന്ന് 7 ചെറുപ്പക്കാര് അള്ളാഹുവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഓടി ഒളിച്ച് സൂറത്തുൽ കഹ്ഫ് എന്ന ഗുഹയിൽ ഒളിച്ച് അവർ ഒളിച്ചു. അവർ ഒരു ബാല്യക്കാരായിരുന്നു. ഇന്നഹും ഫിത്യത്തുൻ, അവർ ഒരു ഭാഗം ഈമാനുള്ള സിദ്നാഹും ഹുദാ, അല്ലെ, അവർക്ക് നാം ഹിദായത്ത് നാം ജാസ്തിയാക്കി കൊടുത്തു. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ച, ഇസ്ലാം ദീനെ കൊണ്ട് വിശ്വസിച്ച, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഖുർആൻ, അതേപോലെ റമദാൻ, അതേപോലെ ഹജ്ജ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കൊണ്ടും അള്ളാഹുവിനെ വിശ്വസിച്ച ഒരു വിഭാഗം ചെറുപ്പക്കാര് ഈ നമ്മുടെ ആയിരിക്കുന്ന മച്ചമ്പാടിയിലെ ജമാലി എന്ന പ്രദേശത്തിലെ ബഡാജ എന്ന ഈ പ്രദേശത്തില് ഞാൻ ഈ അസ്വസ്ഥത്തിന്റെ മരത്തിന്റെ അടിയിൽ ഞാൻ പാഠം ഓതിയ സ്ഥലമാണിത്. ഞാൻ മനസ്സിലായില്ലേ എന്റെ പ്രിയമുള്ള സഹോദരത്തെ? ഒരുപാട് നമ്മൾ ജനിച്ചതും 63 വയസ്സിലെ അമ്മ ഉള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഒരു വിഭാഗം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയുന്ന ആളെ നോക്കണ്ട, നീ പറയുന്ന വിഷയം എന്ത് എന്നാണ് നീ നോക്കേണ്ടത് എന്ന് അഹ്ലു ബൈത്തിന്റെ കുലപതിയായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായിരിക്കുന്ന സംയുക്ത ഖാദി ബഹുമാനപ്പെട്ട അതാഉല്ലാഹ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഈ മഹത്തായ ഈ വേദി, അത് മനോഹരമായ റമളാനിന്റെ ആയിരിക്കുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന ആ മഹത്തായിരിക്കുന്ന വേദിയാണ്. അതിലങ്ങടെ കബഡി ടൂർണമെന്റോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടൂർണമെന്റോ അല്ലെങ്കിൽ വേറെ സ്ട്രീറ്റ് കളി ടൂർണമെന്റോ അല്ലെങ്കിൽ വേറെങ്കിലും അനാവശ്യമായ ടൂർണമെന്റിന്റെ വേദിയല്ല. അല്ലാഹും അവന്റെ റസൂലും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും ലോകത്തുള്ള എല്ലാ നല്ല മനുഷ്യന്മാരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സദസ്സാണ്. അതുകൊണ്ട് റമളാൻ നമ്മൾ സമാഗതമായിരിക്കുന്നു. ആ റമളാനിൽ എന്ത് ചെയ്യണമെന്ന് പ്രഭാഷണ ലോകത്തിന്റെ ആ സൂര്യ നക്ഷത്രം ഇവിടെ നമ്മൾക്ക് ഗംഭീരമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരും. അതിനെ ഉൾക്കൊള്ളുവാനും ഈ റമളാൻ മുഴുവനും ആദരിക്കാനും അതിനെ സ്വീകരിക്കുവാനും നല്ലപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും, കള്ളു കുടിക്കാതെ, പെണ്ണ് പിടിക്കാതെ, കഞ്ചാവ് വലിക്കാതെ, തറാവ് നിസ്കരിച്ചിട്ട് നല്ലപോലെ പള്ളിക്ക് ഇമാം ജമാഅത്തായിട്ട് വന്നിട്ട് അല്ലാഹ് സ്വർഗ്ഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹ് നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മളെ പിരിസപ്പെട്ടവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമ്മുടെയും അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.